നമസ്കാരം. വാച്ച് ലിസ്റ്റിന്റെ 63-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ആഭ്യന്തര വിപണി റോളർ കോസ്റ്റർ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആഗോളതലത്തിൽ IT കമ്പനികൾക്കുണ്ടായ സമ്മർദ്ദം വിപണികളെ പിടിച്ചുലച്ചു. പോയ വാരം സെൻസെക്സ് നിഫ്റ്റി സൂചിക 1% നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. IT സൂചിക 8% ഇടിവാണ് പ്രകടമാക്കിയത്. വെള്ളിയാഴ്ച IT ഓഹരികളുടെ വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് നിഫ്റ്റി 336 പോയിന്റ് നഷ്ടത്തിൽ 25,471 എന്ന നിലവാരത്തിലും സെൻസെക്സ് 1048 പോയിന്റ് നഷ്ടത്തിൽ 82,627 എന്ന നിലവാരത്തിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരുന്ന വാരം ഈ സമ്മർദ്ദം തുടരുമോ എന്നതാണ് നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലും പല കമ്പനികളും മികച്ച പാദഫലങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അത്തരത്തിൽ റിസൾട്ട് പ്രഖ്യാപിച്ച 2 കമ്പനികളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ഓഹരി ഇന്ത്യൻ ഹോട്ടൽസ് ആണ്. ഹരിപ്രിയ, ഇന്ത്യൻ ഹോട്ടൽസിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ത്യൻ ഹോട്ടൽസ് കഴിഞ്ഞ ദിവസമാണ് റിസൾട്ട് അനൗൺസ് ചെയ്തത്. അപ്പോൾ അവരുടെ റിസൾട്ട് നല്ല രീതിയിൽ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രോഫിറ്റിൽ 55% ഒരു ഗ്രോത്ത് ഇത്തവണ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. റവന്യൂവിൽ 12% ഒരു ഗ്രോത്ത് ഉണ്ടായി. 2,900 കോടി രൂപയാണ് അവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. എബിഡ 11% കൂടിയിട്ടുണ്ട്. 1,134 കോടി രൂപയാണ് അവർ എബിഡ ഗ്രോത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മാർജിൻ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. 39.1% അവരുടെ എബിഡ മാർജിൻ എന്ന് പറയുന്നത്. ഇനി അവരുടെ മറ്റ് സവിശേഷത നോക്കുകയാണെങ്കിൽ അവരിത് തുടർച്ചയായിട്ടുള്ള 15ാമത്തെ ക്വാർട്ടറിലാണ് ഇങ്ങനെ പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തുന്നത്. ഒരു പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യമാണ്. പിന്നെ അവരുടെ ഹോട്ടൽസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 361 ഓൾറെഡി പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽസ് ആണ്. അതുപോലെ തന്നെ അതിൽ 617 ആയിട്ടുള്ള ടോട്ടൽ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. പിന്നെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പുതിയ ബിസിനസ് വിഭാഗങ്ങൾ 39% ഒരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നെ ഈ ഒരു ക്വാർട്ടറിൽ കുറെ അക്വിസിഷൻസും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ഏറ്റെടുക്കലും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആത്മന്ദൻ എന്ന് പറയുന്ന ഒരു വെൽനസ് ബ്രാൻഡിനെ അവർ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു ബ്രാൻഡിന്റെ 51% അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അക്വിസിഷൻസും അതുപോലെ തന്നെ പുതിയ ഹോട്ടൽസ് ഒക്കെ തുടങ്ങി അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഹോട്ടലുകൾ, അവരുടെ ജിഞ്ചർ ഹോട്ടലുകൾക്ക് നല്ലൊരു സ്വീകരണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വരുമാനം വലിയ രീതിയിൽ അവരുടെ റിസൾട്ടിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഹോട്ടൽ സെക്ടറിൽ ടൂറിസം ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഡിമാൻഡിൽ, അതായത് റവന്യൂവിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് റിസൾട്ടിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അവരുടെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 99,626 കോടി രൂപയാണ്. ഏകദേശം ഒരു 700 രൂപ റേഞ്ചിലാണ് ഇന്ത്യൻ ഹോട്ടൽസ് ട്രേഡിംഗ് നടത്തുന്നത്. ഇനി അവരുടെ വാല്യുവേഷൻ സൈഡ് നോക്കുമ്പോൾ സ്റ്റോക്കിന്റെ PE 54.3 ആണ്. അത് കുറച്ച് പ്രീമിയമാണ്. പ്രീമിയം എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആണ്. ഇൻഡസ്ട്രി PE വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് ആണ്. പിന്നെ ROCയും ROE നോക്കുമ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 17.2 ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 16.1% റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരുടെ ഫണ്ടമെന്റൽസ്, അതായത് കഴിഞ്ഞ കുറച്ച് വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ടും കമ്പനിക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് 42% CAGR ഗ്രോത്ത് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവാണ്. ഇനി അതേപോലെ തന്നെ അവരുടെ സെയിൽസ് നോക്കുമ്പോഴും അവർക്ക് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ബുക്ക് വാല്യൂ നോക്കുമ്പോൾ 8.61 ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8.61 ടൈംസ് ആണ്. അതും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു റേഞ്ച് ഉണ്ട്. അതിനേക്കാളും ഒത്തിരി കൂടുതലാണ് നമുക്ക് ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എക്സ്പെൻസീവ് ഷെയർ ആണ് നമുക്ക് പറയാം. ഇനി അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കൂടെ നോക്കാം. പ്രൊമോട്ടേഴ്സ് 38% ഒരു ഹോൾഡിങ്സ് ആണ് വെച്ചിരിക്കുന്നത്. FISും DISും ചേർന്നിട്ട് ഏകദേശം 45% ഹോൾഡിങ്സ് ഉണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഈ സ്റ്റോക്കിൽ നല്ലോണം ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അവരൊരു ഹോട്ടൽ സ്പേസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റാലിറ്റി സ്പേസിൽ നല്ലൊരു ഗ്രോത്ത് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് ഇന്ത്യൻ ഹോട്ടൽസിനെ വിലയിരുത്താം. പക്ഷേ നമ്മൾ ITC പോലുള്ള
കമ്പനികളൊക്കെ വെച്ച് നോക്കുമ്പോൾ വാല്യുവേഷൻ ഒരുപാട് കൂടുതലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതേപോലെ തന്നെ അവരുടെ പി റേഷ്യോ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇൻഡസ്ട്രി പി വെച്ച് നോക്കുമ്പോൾ ഓവർ വാല്യൂഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പി ബി റേഷ്യോ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് തുടരുന്നത്. സോ അങ്ങനെയുള്ള ആ ഒരു വാല്യുവേഷൻ സൈഡ് നോക്കുമ്പോൾ കുറേയധികം എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഒരു ക്വാളിറ്റി സ്റ്റോക്കായിട്ട് നമുക്ക് ഇന്ത്യൻ ഹോട്ടൽസിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന എലിവേറ്റഡ് ആയിട്ടുള്ള ഈ വാല്യുവേഷൻ ഭാവിയിലേക്ക് ആൾക്കാരത് പ്രൈസ്ഡിനാക്കുന്ന ഒരു രീതിയിലോട്ട് മാറാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ റിസൾട്ട് ബെറ്റർ ആയിരുന്നു. ഇന്ത്യൻ ഹോട്ടൽസിന്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ്. നമസ്കാരം. നമ്മളിവിടെ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമ്മളിവിടെ ഓൾറെഡി ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്കതൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ജനറലായിട്ടൊന്ന് ഒരു ഒബ്സർവേഷൻ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ ഒന്ന് ചാർട്ട് സൂം ചെയ്ത് നോക്കാം. അവിടെ ഒരു കൺസോൾട്ടേഷനിലേക്കാണ് ഈ സ്റ്റോക്ക് വന്നത്. അതിനുശേഷം ഈ ഒരു ജാനുവരി 6 ഓൺവേർഡ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൽപ്പന സമ്മർദ്ദം നമുക്കിവിടെ കാണാൻ സാധിക്കും. തുടർച്ചയായിട്ട് റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്തു. സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽ ഫോർമേഷനാണ് ഉണ്ടായത്. പിന്നീട് ഒന്ന് സപ്പോർട്ട് എടുക്കാൻ നോക്കിയെങ്കിലും വീണ്ടും സെല്ലിംഗ് പ്രഷർ വർദ്ധിച്ചു. അതിനുശേഷം ഈ ഒരു ഡേ ജാനുവരി 27 ഓൺവേർഡ്സ് തുടർച്ചയായിട്ട് സ്റ്റോക്ക് റീബൗണ്ട് ചെയ്യുന്നത് കാണാം. ആ ക്യാൻഡിലുകളിലൊക്കെ ലോവർ റിജക്ഷൻ സ്ട്രോങ് ആണ്. അതൊരു ബയർ ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോവർ വിക്ക് കാണാം. അതിനടുത്ത ദിവസം ഒരു ഡോജി ക്യാൻഡിലാണെങ്കിലും ലോവർ റിജക്ഷൻ ഉണ്ടായി. വീണ്ടും സ്റ്റോക്ക് തിരിച്ച് കയറി. അതിനുശേഷം ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ നോക്കുമ്പോൾ ഫെബ്രുവരി 13 സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് ഉണ്ടായ ദിവസമാണ്. അന്ന് സ്റ്റോക്കിലൊരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും 1.70 ആ ഒരു % നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. താഴെ നിലകളിൽ നിന്ന് വീണ്ടും സ്റ്റോക്ക് റിജക്ഷൻ എടുത്ത് മുകളിലേക്ക് കയറി. അതൊരു സ്ട്രോങ് ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നു. നിലവിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു വലിയ ഇടിവിന് ശേഷം ഈ താഴെ നിലകളിൽ നിന്ന് സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. 628 രൂപ 641 രൂപ റേഞ്ച് നമുക്ക് സപ്പോർട്ട് സോണായിട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം നിലവിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 681 രൂപയാണ്. അത് 2 തവണ ഇപ്പം സ്റ്റോക്കിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നിലവിൽ റിജക്ഷൻ ഫേസ് ചെയ്തൊരു ഏരിയ ഈ ഒരു ലെവൽസാണ്, ഈ ഒരു സോണാണ്. നമുക്കിവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സോൺ 707 അതേപോലെ 713 രൂപ നിലവാരത്തിൽ ഒരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. ഇനി വരുന്ന ദിവസം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു സോണിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് സപ്പോർട്ടായിട്ട് മാറും എന്നുള്ളത് ഓർമ്മിക്കുക. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് 750 രൂപ നിലവാരം. അവിടെ ഒരു ഓൾമോസ്റ്റ് ട്രിപ്പിൾ ടോപ്പ് റെസിസ്റ്റൻസ് കൊടുത്ത ഒരു ഏരിയ ആണെന്ന് കാണാം. അവിടെ നിന്നാണ് ഒരു സെല്ലിംഗ് പ്രഷർ സ്റ്റാർട്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് തിരിച്ചു കയറി ചെല്ലുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതകൾ നമ്മൾ കാണേണ്ടതാണ്. ഒരു സ്റ്റോക്കിൽ നമുക്ക് EMI ഒന്ന് അപ്ലൈ ചെയ്യാം. ഡ്രോയിങ്സ് ഒന്ന് മാറ്റാം. EMI മാത്രമായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെ EMI 20, 50, 100, 200. ഏറ്റവും താഴെയുള്ള റെഡ് ലൈൻ 20 ആണ്. അതിന് മുകളിലുള്ള യെല്ലോ 50 ആണ്. അതിന് മുകളിലുള്ള ബ്ലൂ 100 ആണ്. ഏറ്റവും മുകളിലുള്ള ഗ്രീൻ ലൈൻ എന്നുള്ളത് ദീർഘകാല മൂവിങ് ആവറേജ് ആണ്, 200 ആണ്. നമുക്കിവിടെ അറിയാം ഈ സെല്ലിംഗ് പ്രഷർ വന്ന സമയത്ത് ഇവിടെ EMI 20, EMI 50 ക്രോസ് ചെയ്തൊരു ഡെത്ത് ക്രോസ് ഓവറാണ് നടന്നത്. പിന്നീട് എല്ലാ മൂവിങ് ആവറേജിനെയും താഴേക്കാണ് സ്റ്റോക്ക് പോയത്. തിരിച്ച് നിലവിലിപ്പോൾ EMI 20 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റ് ഫ്രൈഡേ EMI 50ക്ക് മുകളിലാണ് ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. ആ 2 മൂവിങ് ആവറേജ് മുകളിലേക്ക് കയറാൻ സ്റ്റോക്കിന് സാധിച്ചു. ലാസ്റ്റ് തേഴ്സ്ഡേ EMI 100 സ്റ്റോക്കിന് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിൽ EMI 200 റെസിസ്റ്റൻസായി മാറാനുള്ള സാധ്യതകളുണ്ട്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു മൂവിങ് ആവറേജിന് മുകളിലേക്ക് കയറാം. അപ്പോൾ ഈ പറഞ്ഞ മൂവിങ് ആവറേജ് നിലവാരങ്ങൾ സപ്പോർട്ടായിട്ട് മാറും. ലൈവ് മാർക്കറ്റിൽ മൂവിങ് ആവറേജ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൂടി ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടതാണ്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ നോക്കുമ്പോൾ വീക്ക്ലി ക്യാൻഡിൽസ് ആണ്. നേരത്തെ നമ്മൾ ഡെയിലി കണ്ട അത്രയൊരു ഇടിവ് നമുക്കിവിടെ വിസിബിൾ അല്ല, കാരണം അത് വീക്ക്ലി ക്യാൻഡിൽസ് ആണ്. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് 3 വീക്സിൽ സ്റ്റോക്ക് ഹൈ ഫോം ചെയ്ത് തിരിച്ച് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലെവലുകളൊക്കെ നമ്മൾ നേരത്തെ ഡേ ടൈം ഫ്രെയിമിൽ കണ്ടത് തന്നെ വീക്കിലിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്തരത്തിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം
ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. ഇന്ത്യൻ ഹോട്ടൽസിന്റെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു. ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. ആസാദ് എഞ്ചിനീയറിംഗ്. ഹരിപ്രിയ, ആസാദ് എഞ്ചിനീയറിംഗിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട്? ആസാദിൻ്റെയും Q3 അവരുടെ പ്രോഫിറ്റിൽ 44% ഗ്രോത്ത് ആണുള്ളത്. 16 കോടി അവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ റവന്യൂ ആണ്. റവന്യൂലും 49%, അതായത് ഓൾമോസ്റ്റ് 50% വർധനവുണ്ടായി. 89 കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ മാർജിൻസ് നോക്കുമ്പോഴും ഓപ്പറേറ്റിംഗ് മാർജിൻ 36.7% റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തവണത്തെ അവരുടെ റിസൾട്ടിൻ്റെ ഒരു പ്രത്യേകത, എയ്റോസ്പേസ്, ഡിഫൻസ് എന്നീ സെക്ടറുകളിൽ നിന്നാണ് അവർക്ക് റവന്യൂ കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്, വിച്ച് ഈസ് ഓൾസോ പോസിറ്റീവ്. കാരണം ഡിഫൻസ് സെക്ടറിൽ നിന്ന് കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നു, അവിടെ നിന്ന് കൂടുതൽ റവന്യൂ സ്ട്രീമിങ് അവർക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ റീസെൻ്റ്ലി 2 വർഷമൊക്കെ ആയിട്ടാണ് കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2023 ആ ഒരു ടൈമിലാണ് കമ്പനി IPO ആയിട്ട് വന്നത്. അപ്പോൾ ആ IPOയിൽ നിന്ന് സമാഹരിച്ച ഫണ്ട് വെച്ചിട്ട് അവർക്ക് അവരുടെ ഡെപ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കുറേ പുതിയ ഓർഡേഴ്സും കാര്യങ്ങളും കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് അവരുടെ ഓർഡർ ബുക്ക് സ്ട്രോങ് ആണെന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ അവർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ബോയിങ്, GE പോലുള്ള കമ്പനികളൊക്കെ ആയിട്ട് അവരുടെ എൻജിൻ ഭാഗങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുന്നതിനുള്ള കരാറുകളും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതും പോസിറ്റീവാണ്. അതായത് ഗ്ലോബലി തന്നെ ലീഡിങ് നിൽക്കുന്ന കമ്പനികളുമായിട്ട് ടൈപ്പ് ആവാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വളർച്ച നമ്മൾ നോക്കുമ്പോഴും നല്ലൊരു ഇംപ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഷോർട്ട് ടേമിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ലിസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ പോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു FIIസിൻ്റെയും DIIസിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുള്ളത് നമുക്കൊരു പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ഗ്രോത്ത് ചെയ്യുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന വാല്യുവേഷൻ കുറെ കൂടെ എക്സ്പെൻസീവ് ആവുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ആസാദ് എഞ്ചിനീയറിംഗിൻ്റെ കേസിലും ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ അതേപോലെ തന്നെ വാല്യുവേഷൻ കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും അവരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിഫൻസിൽ നിന്നൊക്കെ ഉള്ള കരാറുകൾ അടുത്തൊരു 7 മുതൽ 10 വർഷ കാലയളവിൽ അവരുടെ റവന്യൂ സ്ട്രീമിങ് ഉറപ്പാക്കുന്നുണ്ട്. അതായത് റവന്യൂ ഫ്ലോ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് നൽകുന്നത്. പിന്നെ മേക്ക് ഇൻ ഇന്ത്യ, നമ്മുടെ ഗവൺമെൻറ് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വിശ്വസിച്ച് നമ്മുടെ കമ്പനികൾക്ക് തന്നെ കൂടുതൽ പ്രചോദനം കൊടുക്കുന്നുണ്ട്. ആസാദ് എഞ്ചിനീയറിംഗ് പോലുള്ള കമ്പനികൾക്ക് അത് ഗ്രോത്ത് പൊട്ടൻഷ്യൽ നൽകുന്നുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പെർട്ടൈസ് ചെയ്തുകൊണ്ട് വളരെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതും ഒരു പോസിറ്റീവാണ്. ഇനി സ്റ്റോക്കിൻ്റെ PE നോക്കാം, 83 to 93 ടൈംസ് ആണ്. അപ്പോൾ അത് വളരെ കൂടുതലാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ആ സ്റ്റോക്കിന് അത്രയും വില കൊടുത്ത് വാങ്ങാൻ ആളുകൾ തയ്യാറാവുന്നു എന്നാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അതുപോലെ തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ നോക്കുമ്പോൾ 6.9 ആണ്. അത് ഇന്ത്യൻ ഹോട്ടൽസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കമ്പയർ ചെയ്യണം, പക്ഷേ ഇവരുടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. അതായത് ആസാദ് എഞ്ചിനീയറിൻ്റെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് കൂടുതലാണെന്ന് പറയാം. ഇനി സെയിൽസ് ഗ്രോത്ത് നോക്കുമ്പോൾ കമ്പനിക്ക് 5 വർഷം കൊണ്ട് കഴിഞ്ഞൊരു 5 വർഷമായിട്ട് 30% ഒരു CAGR ഗ്രോത്ത് സെയിൽസിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. പ്രോഫിറ്റിലും കഴിഞ്ഞൊരു 5 വർഷം കൊണ്ട് 33% ഒരു CAGR ഗ്രോത്ത് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ROC 12% നിൽക്കുന്നുണ്ട്. ROE 15% ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പാരാമീറ്റേഴ്സ് ഒക്കെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ഈ ഒരു ആസാദ് എഞ്ചിനീയറിംഗിനെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. PE റേഷ്യോ അതുപോലെ തന്നെ PB ബുക്ക് വാല്യൂ നോക്കുന്ന സമയത്ത് കുറച്ച് ഉയർന്ന വാല്യുവേഷൻ ഉണ്ട് ഈ ഒരു സ്റ്റോക്കിന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ റിസൾട്ട് നല്ലതാണ്. ഗ്രോത്ത് നോക്കുമ്പോൾ, അതായത് ഫ്യൂച്ചറിലോട്ടുള്ള ഗ്രോത്ത് നോക്കുമ്പോഴും ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് വിലയിരുത്താം. ആസാദ് എഞ്ചിനീയറിംഗിന്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ്. നമസ്കാരം. നമ്മളിവിടെ ആസാദ് എഞ്ചിനീയറിംഗ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് നമ്മളിവിടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം കൺസോളിഡേഷനിലേക്ക് വന്ന ഒരു സ്റ്റോക്കാണ്. പിന്നെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടു, പിന്നെ റീബൗണ്ട് ചെയ്തു.
നമുക്ക് ആദ്യം ഇവിടെ മനസ്സിലാക്കാം, ഒരു ചാനൽ ഇവിടെ ഒരു ഫോം ചെയ്തിട്ട് ആ ഒരു ചാനലിലാണ് ഒരു ഡിസെൻഡിങ് ലെവലിൽ സ്റ്റോക്ക് താഴേക്ക് വന്നത്. ഇവിടെ ഒരു ഡേ ചാനലിന് മുകളിലേക്ക് സ്റ്റോക്ക് കയറിയെങ്കിലും പിന്നെ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി, പിന്നെ ആ ചാനലും ബ്രേക്ക് ചെയ്തു. നിലവിൽ സെയിം ചാനലിൽ നിന്ന് തന്നെയാണ് ലാസ്റ്റ് ഫ്രൈഡേ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഒരു ലോവർ റിജക്ഷൻ, മാർക്കറ്റിൽ വലിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടായ ദിവസമാണെങ്കിൽ ഒരു ലോവർ റിജക്ഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെല്ലിംഗ് പ്രഷറിന് ശേഷം 1379 രൂപ നിലവാരത്തിൽ നിന്നാണ് സ്റ്റോക്ക് തിരിച്ചു കയറിയത്. അതേപോലെ തന്നെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിലവിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ഏരിയ 1579 രൂപ നിലവാരമാണ്. നമുക്കിവിടെ ഈ ഒരു സെയിം സപ്പോർട്ടൊന്ന് മാർക്ക് ചെയ്യാം. 1579 രൂപ നിലവാരത്തിലാണ് സ്റ്റോക്ക് നിലവിൽ ലാസ്റ്റ് ഫ്രൈഡേ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു നിലവാരം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അതിന് മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1733 രൂപയിൽ ഒരു ഡബിൾ ടോപ്പൊക്കെ കൊടുത്ത് റെസിസ്റ്റൻസ് കൊടുത്ത ഏരിയയാണ്. അതിന് മുകളിൽ 1894 രൂപയിലും റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. നമുക്ക് മറ്റേ മൂവിങ് ആവറേജ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റോക്കിൽ സെയിം ലൈൻസ് തന്നെ, ഇപ്പോൾ നമ്മൾ ഡ്രോ ചെയ്ത ലൈൻസ് തന്നെ വീക്കിലിയിൽ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമ്മൾ ലൈൻസ് ഒന്നും മാറ്റിയിട്ടില്ല, ഡ്രോയിങ് മാറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കറിയാം സെയിം ലെവൽസ് തന്നെ ഇവിടെയും ബാധകമാകുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഒരു ചാനലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡെയിലി കണ്ടതുപോലെ തന്നെ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷനിലായിരുന്നു, അതിനുശേഷം റീബൗണ്ട് ചെയ്തു. നമ്മൾ നേരത്തെ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ട അതേ ചാനലിൽ നിന്ന് തന്നെയാണ് ഒരു അപ്പർ റിജക്ഷൻ ലാസ്റ്റ് വീക്കിലുണ്ടായിരിക്കുന്നത്. ലാസ്റ്റ് വീക്കിലൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് സൂചനയായിട്ട് പരിഗണിക്കാം. സെയിം സ്റ്റോക്ക് തന്നെ നമുക്ക് വീണ്ടും ഡേ ടൈം ഫ്രെയിമിലേക്ക് വരാം. അടുത്തായിട്ട് നമുക്ക് ഈ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം 1-2 കാര്യങ്ങളും കൂടെ നോക്കാം. ആദ്യം നമുക്ക് മൂവിങ് ആവറേജ് നോക്കാം. EMA 20, 50, 100, 200 ഒരുമിച്ച് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. നിലവിൽ എല്ലാ മൂവിങ് ആവറേജിൻ്റെയും മുകളിലാണ് ഓൾമോസ്റ്റ് ഒരു ക്ലോസിങ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ EMA 50 എന്നുള്ളത് യെല്ലോ ആണ്, അവിടെ നിന്നാണ് കൃത്യമായിട്ട് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് എന്ന് കാണാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ വോളിയം നോക്കാം. വോളിയം ഗ്രീൻ ക്യാൻഡിലൊക്കെ ഫോം ചെയ്ത സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള വോളിയം ഉണ്ടായിട്ടുണ്ട്. ഈ ലാസ്റ്റ് 3 ഗ്രീൻ ക്യാൻഡിൽസിൻ്റെ സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് എബോവ് ആവറേജ് അല്ലെങ്കിൽ ആവറേജിന് സമാനമായിട്ടുള്ള വോളിയം കാണാം. പക്ഷേ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത സമയത്ത് അത്രത്തോളം വോളിയം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഫിബ് ലെവൽസും കൂടി ഒന്ന് നോക്കാം. ഇതൊരു കൺസോൾഡേറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഫിബ് അപ്ലൈ ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു പരിമിതിയുണ്ട് നമുക്ക്. എങ്കിലും നമുക്ക് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഫിബ് അപ്ലൈ ചെയ്ത് നോക്കാം, അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നമുക്കിവിടെ വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഫിബാണ്, കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഒന്ന് സൂം ചെയ്യാം. ഫിബ് ലെവൽസാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫിബ് ലെവൽസിന് ഈ സ്റ്റോക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 0.382 നിന്ന് ഒരു ബുള്ളിഷ് ഏരിയ ആണ്, അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് ഈ 3 ഗ്രീൻ ക്യാൻഡിൽ മുകളിലേക്ക് പോയത്. കൃത്യമായിട്ട് ഫിബിൻ്റെ ടോപ്പ് എൻഡിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. നിലവിൽ 0.236 എന്നുള്ള ബുള്ളിഷ് സോണിൽ നിന്നാണ് ലാസ്റ്റ് ഫ്രൈഡേ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അടുത്തതായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ തന്നെ നമുക്ക് RSI ലെവൽ മാത്രം ഒന്ന് നോക്കാം. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലൊക്കെ ഫോം ചെയ്ത സമയത്ത് 55, 57, 61 വരെ എത്തി ഒരു ബുള്ളിഷ് സോണിലേക്ക് RSI വന്നിരുന്നു. പിന്നീട് 58ലേക്ക് ലാസ്റ്റ് തേഴ്സ്ഡേ അതൊന്ന് ഇറങ്ങി ലാസ്റ്റ് ഫ്രൈഡേ 54 എന്നുള്ള ഒരു ലെവലിലാണ് RSI നിൽക്കുന്നത്. ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. ആസാദ് എഞ്ചിനീയറിംഗിന്റെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു. അടുത്ത ആഴ്ച ശ്രദ്ധിക്കാവുന്ന 2 സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്തത്. പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം. പുതിയ സ്റ്റോക്കുകളുമായി വാച്ച് ലിസ്റ്റിൽ വീണ്ടും കാണാം.